السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗ അഖ്തഅതും ഹത്താ തബ്ലുഗ ഖതായാകും അസ്സമാ സുമ്മ തുബ്തും ലതാബ അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ലൗ അഖ്തഅതും, നിങ്ങൾ തിന്മകൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ എത്രത്തോളം, ഹത്താ തബ്ലുഗ ഖതായാകും അസ്സമാ, നിങ്ങളുടെ തിന്മകളെല്ലാം അത് ആകാശം മുട്ടോളം എത്തുകയാണ് എങ്കിൽ പോലും, സുമ്മ തുബ്തും, പിന്നീട് നിങ്ങൾ തൗബ ചെയ്യുകയും ചെയ്താൽ, ലതാബ അലൈക്കും, അള്ളാഹു നിങ്ങളുടെ തൗബ അവൻ സ്വീകരിക്കുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. മനുഷ്യൻ്റെ പ്രകൃതം തന്നെ ആ രൂപത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇനി എത്ര വലിയ തിന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചാലും, എത്രത്തോളം അത് അധികരിച്ചാലും, ആ പ്രവർത്തനങ്ങൾ, ആ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിസായ ഒരു തൗബ ഉണ്ട് എങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല തന്നെ പറയാണ്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. അല്ലയോ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നിൽ പ്രതീക്ഷ വെക്കുന്ന കാലത്തോളം, അതുപോലെ തന്നെ നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, ഗഫർതു ലക അലാ മാ കാന, നിന്നിലുണ്ടായിരുന്നതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാം, വലാ ഉബാലി, ഞാനതൊന്നും പരിഗണിക്കുകയില്ല. എന്നിട്ടും അള്ളാഹു തന്നെ വീണ്ടും പറയാണ്, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാഇ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക, നിന്റെ തിന്മകൾ ആകാശം മുട്ടോളം എത്തിയാലും അതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാം. നീ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരാം. യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ഷൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. നീ ഈ ഭൂമി നിറയെ തിന്മകൾ ചെയ്തു. ഈ ഭൂമിയിൽ നിറക്കാൻ എത്രത്തോളം ഇതുണ്ടോ അത്രയും തിന്മകൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാലും പിന്നീട് നീ എന്നെ കണ്ടുമുട്ടി. എങ്ങനെ? ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കുവെക്കാതെയാണ് നീ എന്നെ കണ്ടുമുട്ടിയത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രത്തോളം മഗ്ഫിറത്തുമായി കൊണ്ട് ഞാൻ നിന്നെയും കണ്ടുമുട്ടും, അത്രത്തോളം പാപമോചനവുമായി ഞാൻ നിന്നെയും കണ്ടുമുട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തൗബ ഖാലിസാകും, അല്ലാതെ ജനങ്ങളുടെ മദ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ പുകഴ്ത്തൽ ഉദ്ദേശിച്ചുകൊണ്ടോ ഒന്നുമാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ ആ തിന്മയിൽ നിന്ന് സമ്പൂർണമായും അതിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ഖേദം നമ്മുടെ മനസ്സിൽ തോന്നേണ്ടതുണ്ട്. ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള അടിയുറച്ച ഒരു തീരുമാനവും നമ്മൾ ഓരോ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി വേറെ ആരുടെയെങ്കിലും ഹഖൂഖുകളുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ, അവരെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എങ്കിൽ അതും വീട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യാൻ. അതല്ല എങ്കിൽ അല്ലാഹു ആ തൗബ സ്വീകരിക്കുകയില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.